ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ നമ്മുടെ ഐസ്ക്രീം 3 ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഐസ്ക്രീം 1ഉം 2ഉം കളിച്ചിട്ടുണ്ട് ഗൈസ്. അത് കാണാത്തവരെല്ലാവരും പോയി കാണുക ഗൈസ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എല്ലാം കാണും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇപ്രാവശ്യം ഗൈസ് നമുക്ക് ജനൽ വഴിയൊന്നും അല്ല ഗൈസ് ചാടി പോകേണ്ടത് ഗൈസ്. നമുക്ക് വീടിൻ്റെ ഡോറൊക്കെ തുറന്നാണ് കിടക്കുന്നത്. നമുക്ക് അതുവഴിയാണ് ഗൈസ് ഇറങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഹൗസ് കീ കണ്ടുപിടിക്കണം ഗൈസ്. ഗൈസ് ഫ്രിഡ്ജിലാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ് എന്നാണ് ഗൈസ് എഴുതിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. നമ്മുടെ ഹൗസ് കീ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ ഒളിഞ്ഞ് നോക്കിയാണ് ഗൈസ്. ഞാൻ സ്കിപ്പ് ചെയ്യാന്നൊരു ഡൗട്ട്. സൗണ്ട് ഫുള്ളാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മൈക്ക് ഗൈസ്, നമ്മുടെ മൈക്ക് ഒരു ലെറ്ററോ കണ്ണും പിടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മൈക്കിന് ലിസിന് ചെറിയൊരു ക്രഷ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഗൈസ് അവർ സംസാരിക്കുന്നത് ഗൈസ്. റോഡിൻ്റെ ഡേട്ടി വേണ്ടി ലിസിനെ കണ്ടെന്നൊക്കെയാണ് ഗൈസ് മൈക്ക് പറയണത് ഗൈസ്. എന്താ റോഡ് ഗൈസ്, റോഡന്നെ. സക്സസ്ഫുള്ളി മൈക്കിനെയും പിടിച്ചിട്ടുണ്ട് ഗൈസ്. മൈക്കിനെയും പിടിച്ച് ഓക്കെ. മൈക്കിന് തടിയില്ലാത്തോണ്ട് മൈക്കിനെ വേണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. മൈക്കിനൊരു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് ഗൈസ്. പെർഫെക്റ്റ് ഐസ്ക്രീം എന്നൊക്കെ ആള് ചാവാൻ കിടക്കുമ്പോഴാണ് അവൻ്റെ ടേസ്റ്റി ഐസ്ക്രീം. വാവ്, ഫാന്റാസ്റ്റിക്. കൊല്ലാൻ ആൾക്കാർ വിഷം തരുമ്പോഴും വിഷം കൊള്ളാന്ന് പറയണ ഒരു ആദ്യത്തെ ഒരു വ്യക്തിയെ ഇങ്ങനെയാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ കാണുന്നത് ഗൈസ്. ഓക്കെ, ഹലോ ജബ്ബി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. പിടിച്ച് ഇവനെ പിടിച്ച് ചുവറിലെല്ലാം കയറ്റിയിട്ട് അല്ലെങ്കിൽ കുടി അടച്ചിടും ഗൈസ്. ഇതിൽ പറയണതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മൈക്കിനെ സഹായിക്കണം ഗീസ്. അതിനുവേണ്ടി ഈ കൂട്ടിൽ ഒളിച്ചിരിക്കാനാണ് ഗീസ് പറയുന്നത്. ഗീസ് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം ഗീസ്. നിങ്ങളെപ്പോഴും കാണണല്ലേ ഗീസ് ഇവൻ്റെ പോക്കറ്റിൽ നിന്നും മാപ്പ് ഇടണേ, അതൊക്കെ ബോറടിക്കും ഗീസ്. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഗീസ്. ഇപ്രാവശ്യം വേറെ കളിയാണ് ഗീസ്. നമ്മുടെ ഇലക്ട്രോ വന്ന് വെച്ച് ഇവിടത്തെ ഒരു പൂട്ടുണ്ട് ഗീസ്, അത് പൊട്ടിക്കണം ഗീസ്. ഓക്കെ, അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഗീസ്. ഓക്കെ ഗീസ്, ഇങ്ങനെ കാണുന്നില്ലല്ലോ ഗീസ്. നമുക്ക് മാപ്പ് എടുക്കാൻ വേണ്ടി ഇത് ഡ്രോപ്പ് ചെയ്യണം ഗീസ്. ഡ്രോപ്പ് ചെയ്തിട്ട് ഗീസ് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാം. ഓക്കെ ഗീസ്, അപ്പോൾ ഈ ഗെയിമിൽ ഈ ഐസ്ക്രീം 3-ലെ 2 വൃത്തിയുടെ പാർട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഗീസ്, നമ്മുടെ രണ്ടുപേരെ കൺവിൻസ് ചെയ്യണം ഗീസ്. അത് ഭയങ്കര പാടാണെന്നാണ് ഗീസ് എല്ലാവരും പറയുന്നത് ഗീസ്. അതുകൊണ്ട് ഗീസ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ കൺവിൻസ് ചെയ്തെടുക്കണം ഗീസ്. കൺവിൻസ് ചെയ്തിട്ട് ഗീസ് നമുക്ക് ബാക്കി പരിപാടി ഒപ്പിക്കാം. യെസ് ഗീസ്, ഫൈനലി ഗീസ് കുറേ നേരത്തിന് ശേഷം ഗീസ് നമ്മൾ എങ്ങനെയാണ് ഇവനെ കൺവിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഗീസ്. പിന്നെ ഇവനെയും കൊണ്ട് വണ്ടിയിൽ കൊണ്ടെത്തിക്കണം ഗീസ്. അത് അടുത്ത പണിയാണ് ഗീസ്. അത് ഞാൻ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട് ഗീസ്. A few moments later. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഇവനെ നമ്മുടെ വണ്ടിയിനകത്ത് കയറ്റിയിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ എവിടെയാണ് ക്യാമ്പിങ്ങിലോട്ടാണ് ഗീസ് പോകേണ്ടത് ഗീസ്. അതിന് മുമ്പ് ഒരു ചെറിയൊരു കട്ട് സീൻ കാണിക്കുന്നുണ്ട് ഗീസ്. റോഡാണെന്ന് തോന്നുന്നു ഗീസ്. ഇന്ന് കരയാണ് ഗീസ്. എന്താണെന്ന് വെച്ചാൽ ട്രാഫിക്. ഓക്കെ ഗീസ്, നമ്മുടെ റോഡിൻ്റെ അച്ഛൻ മരിച്ചിരിക്കുകയാണ് ഗീസ്. അതാണ് ഗീസ് ഇതിൽ ന്യൂസ്. അപ്പോൾ ആരും ഒന്ന് ചോദിക്കുകയാണ് ഗീസ്, റോഡ് നീ അവിടെ ഉണ്ടോന്ന് ആരുടെ അടുത്ത് തിരിച്ച് പോകണമെന്നാണ് ഗീസ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഗീസ് നമ്മുടെ ഇവിളിലാണ് എൻ്റെ അടുത്തോട്ട് പോകണമെന്നായിരിക്കും ഗീസ്. ഇവിളിനാണ്ടിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു ഗീസ്. അമ്മ, അതായത് ഇവളിനാണ്ട് എഴുതിയ കത്താണ് ഗീസ് ഇത്. ഓക്കെ, കട്ട് സീനൂടെ തീരെയാണ് ഗീസ്. ഓക്കെ, ഇതാണ് ഗീസ് നമ്മുടെ ക്യാമ്പിങ്.
നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എവിടെയാണ് ലിസ് ഉള്ളത് ഗൈസ്. അവളെയും പിന്നെ കണ്ടുപിടിക്കണം ഗൈസ്, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ കറക്കി കുത്തി ശരിയായിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ലിസിനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ലിസിനെ എങ്ങനെയെങ്കിൽ വണ്ടിയിൽ എത്തിച്ചിട്ട് പിന്നെ കാണാം ഗൈസ്. എന്നിട്ടാണ് ഗൈസ് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനുള്ളത് ഗൈസ്. A few moments later. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നേരത്തിന് ശേഷം ഗൈസ് ഫൈനലി നമ്മൾ ആളെ വണ്ടിയിനകത്ത് കയറ്റിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഈ ടെൻ്റ് ഉണ്ടല്ലോ ഗൈസ്, ഇതിൻ്റെ അകത്ത് എവിടെ നിന്നോ ഒരു മാപ്പ് കിട്ടും ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ ഈ തൊട്ടപ്പുറത്താണ് ഗൈസ്. അവിടെ ഒരു ബോർഡുണ്ട് ഗൈസ്. ഗൈസ് ഇതിൻ്റെ അകത്താണ് മാപ്പ് ഗൈസ്. ഇത് കാണിക്കും ഗൈസ് എവിടെയാണ് നമ്മുടെ ഐറ്റം ഉള്ളതെന്ന് ഗൈസ്. നമുക്കൊരു കീ കിട്ടാറുണ്ട് ഗൈസ്. കീ ഈ ഹോളിലാണ് ഗൈസ് നമ്മുടെ കീ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ പുറത്തിടാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലോട്ടാണ് ഗൈസ് പോകേണ്ടത്. അതിന് മുമ്പ് ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ട് ഗൈസ് നമുക്ക് എവിടേക്കൊക്കെ ഓടാം ഗൈസ്. എന്നിട്ട് ഗൈസ് നോക്കാം. അയ്യോ പിടിക്കല്ലേ എൻ്റെ പൊന്നെ കുട്ടാ, പിടിക്കല്ലേ, മുട്ടായി വാങ്ങിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് പോകാം. ഗൈസ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നിട്ട് ഗൈസ് ഇവിടെ നമുക്ക് എന്തോ ഒരു ടൂള് കാണാമെന്ന് പറയുകയാണ് ഗൈസ്. നമ്മുടെ മോട്ടോർ ഷോപ്പാണ് ഗൈസ് അത്. പിന്നെ ഗൈസ് ഇവിടെ ലൈറ്റ് കത്തിയിരിക്കണതാണ് ഗൈസ്. എൻ്റെ ഒരു അറിവിൽ തുറക്കാൻ പറ്റുന്ന ഗൈസ് ആകെ 2 മാത്രമേ ലൈറ്റ് കത്തിയിരിക്കുന്നുള്ളൂ ഗൈസ്. ഇതും നമുക്ക് എന്താ ചെയ്യാനുള്ളതാണ് ഗൈസ്. നോക്കട്ടെ ഗൈസ്, റോഡറിന് ഇവിടെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഓടാം ഗൈസ് ഇവിടെ നിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഇത്രയും പൊക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ റോഡറിന് അങ്ങനെയാണ് നിൽക്കുന്നത് ഗൈസ്. നമുക്ക് ഈ ഷവ്വൽ, ഓക്കെ നമുക്ക് ഈ ഷവ്വലാണ് അപ്പോൾ ആവശ്യമുള്ളത് ഗൈസ്. ഗൈസ് ഇതും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ എവിടെ ഗൈസ് നമ്മുടെ ക്യാമ്പിങ്ങിലോട്ടാണ് ഗൈസ് പോകാനുള്ളത്. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഗൈസ്. റെയിൽവേയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഗൈസ് നമുക്ക് പടക്കം വെച്ച് പൊട്ടിക്കണം ഗൈസ്. പടക്കം ഇവിടെ നിന്നായിരുന്നു ഗൈസ്. ഗൈസ് അത് നമ്മുടെ മറ്റേ ടെൻ്റല്ല ഗൈസ്, ടെൻറ്റിൻ്റെ സ്ഥലമുള്ള, അതായത് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തുള്ള ഒരു ട്രീ ഹൗസ് ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്താണ് നമുക്ക് ഈ കേജ് കീയും കിട്ടുന്നത് ഗൈസ്. അവിടെ നിന്നൊരു ഹോഴ്സിൻ്റെ ഒരു ഇതും കിട്ടും ഗൈസ്. പിന്നെ നമുക്ക് അവിടെ പടക്കവും കിട്ടും ഗൈസ്. അതെല്ലാം നമുക്ക് അവിടെ നിന്നാണ് ഗൈസ് കൂടുതൽ സാധനം കിട്ടുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ എവിടെയോ ഒരു ഹൈഡ്രോളിക് പ്രസ് ഉണ്ടായിരുന്നു ഗൈസ്. അതെടുക്കാനാണ് ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങേരൻ്റെ പിറകെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ വെട്ടിച്ച് ഓടെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്കൊരു ഷൂസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ഷൂസ് എന്തിനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഒരു ഹോഴ്സ് കിട്ടാൻ 4 ഹോഴ്സ് വേണം ഗൈസ്. അതിൽ ഒരു ഹോഴ്സ് കിട്ടാൻ നമുക്ക് ഈ ഷൂവും ഒരു ക്യാപ്പും വേണം ഗൈസ്. നമ്മുടെ എവിടെ ഗൈസ്, ഇവിടെ സർക്കസ് ഗൈസ് ഒരാളുണ്ട് ഗൈസ്, ഒരു ഹോംലെസ് മാൻ. അങ്ങേർക്ക് നമ്മളൊരു ഷൂവും ഒരു ക്യാപ്പും കൊടുക്കുമ്പം അങ്ങേരൊരു ഹോൾസ് വരും ഗൈസ്. പിന്നെ ഒരെണ്ണം ഇവിടെ നടുക്ക് എവിടെയോ ഒരു ബബിൾക്കം തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരെണ്ണം നമുക്ക് ആ ട്രീ ഹൗസിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും ഗൈസ്. പിന്നെ ഒരെണ്ണം ഉണ്ട് ഗൈസ്, നമ്മുടെ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ ഗൈസ്, അതൊക്കെ എടുത്തിട്ടുള്ള ഒരു പരിപാടി ഗൈസ്. അതിൽ ഒരുത്തന്നെ ഇത്തിരി ഫണ്ണുണ്ടാക്കാൻ വേണ്ടി നിൽക്കണതാണ് ഗൈസ്. ഫണ്ണുണ്ടാക്കിയാലേ നമുക്ക് ഒരു ഹോഴ്സ് കിട്ടുകയുള്ളൂ ഗൈസ്. ഇവിടെ വേറെ ഒന്നും ഇല്ല ഗൈസ്, പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമുള്ളൊന്നുമില്ല ഗൈസ്. നമുക്ക് ഹൈഡ്രോളിക് ഗൈസ് നമുക്ക് ഹാറ്റിങ് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. ഇതും നമുക്ക് അവിടെ കൊണ്ട് വെക്കണം ഗൈസ്. അതിന് മുമ്പ് ഹൈഡ്രോളിക് അമ്മേ അയ്യോ അല്ലല്ലേ. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ താഴെ. ഇത്ര മുമ്പ് നിങ്ങൾ നോക്കിയാൽ മതി ഗൈസ്. 10 സെക്കൻഡ് ബാക്കിലോട്ട് പോയാൽ മതി ഗൈസ്. അവിടെ റെയിൽവേയിൽ ഒട്ടിച്ച് വെച്ചിരിക്കും ഗൈസ്. ഗൈസ് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ വാനിൻ്റെ അകത്തോട്ട് കൊണ്ട് ഇടാം ഗൈസ്. ഓക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാം ഗൈസ്. ഇത് 20 മിനിറ്റത്തെ വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ഇത്ര ആക്കിയിരിക്കണം ഗൈസ്. ഏറെക്കുറെ 1 മണിക്കൂറത്തെ വീഡിയോ എന്തോ ആണ് ഗൈസ്. അപ്പം എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അടിച്ചേർ ചെയ്യുക ഗൈസ്. ഓക്കെ നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പിങ്ങിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഇത് കുടിക്കണം ഗൈസ്. ഇവിടെയാണ് നമ്മളത് കണ്ടത്. ഓക്കെ നമ്മൾ കണ്ടത് ഇവിടെയാണ് ഗൈസ്. ഇത് ഇപ്പം അല്ല, അയ്യോ ഇപ്പം സൗണ്ട് കേട്ടാൽ അങ്ങനെ ഇപ്പം കുട്ടിയും പറഞ്ഞുകൊണ്ട് വരും ഗൈസ്. കീ ഓഫ് ട്രീ ഹൗസ് ആണ് ഗൈസ് ഇപ്പം നമുക്ക് കയ്യിൽ
ഇരിക്കുന്ന ഗൈസ്. ഇത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇവിടെ ഗൈസ് ഇവിടെ ഒരു ചെറിയൊരു കോളുണ്ട് ഗൈസ്. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ട ഗൈസ്. നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ ഈ ലേഡർ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ വാതിൽ തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാ പടക്കം ഇരിക്കുന്ന ഗൈസ്. ഇവിടെ ഒരു നീല കളർ ഹോൾസും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ പച്ച കിട്ടണം, മഞ്ഞ വേണം ഗൈസ്, പിന്നെ നമ്മുടെ റെഡ് വേണം ഗൈസ്. നമ്മൾ പടക്കം എന്തോ ഡബിൾ ഫയർ വർക്കുന്ന എന്താണ് ഗൈസ് പേര് ഗൈസ്. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ അലഞ്ഞു കിടക്കണമായിരിക്കും ഗൈസ്. നമുക്ക് ഇതും കൊണ്ട് നേരെ നമ്മുടെ റെയിൽവേയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പടക്കം വെച്ച് പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. വാവ്, ഫാന്റാസ്റ്റിക് ഗൈസ്. നമ്മളിവിടെ പടക്കം വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് തപ്പം ഗൈസ്. ഇവിടെ എന്താണ് നമ്പർ? ഓക്കെ ഗൈസ്, 758 ആണ് ഗൈസ് ഇവിടുത്തെ നമ്പർ ഗൈസ്. നമുക്ക് ആ സ്ഥലത്തോട്ട് നമ്മുടെ റെയിൽവേ ഇവിടെ മാറ്റണം ഗൈസ്. 7 2 അല്ല ഗൈസ്, തെറ്റാണ് ഗൈസ്. 729 അല്ല ഗൈസ്, നമ്പർ മാറിപ്പോയി ഗൈസ്. 7 5 8. ഓക്കെ ഗൈസ്, മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റെയിൽവേ മാറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ ആ ചുങ്കം തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഹോൾസ് പോയി എടുക്കാം ഗൈസ്. എടുത്തുകൊണ്ട് നമുക്ക് വണ്ടിയിനകത്തിടാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് തലക്കറിയാം ഗൈസ്. നേരെ തലടിച്ച് പൊളിച്ച് ഗൈസ്. ചുങ്കം തേച്ച ബബിൾക്കം തേച്ച ചുങ്കം തേച്ച ഹോൾസ് എടുക്കാം ഗൈസ്. ഗൈസ് ട്രെയിൻ വന്ന് ഇടിക്കുകയൊന്നും ഇല്ലല്ലോ ഗൈസ്. പിന്നെ എന്ത് ഗൈസ്, നമ്മൾ ഈ ട്രാക്ക് മാറ്റിയില്ലെങ്കിൽ കുഴപ്പം ഗൈസ്. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മുകളിലോട്ട് കയറാം ഗൈസ്. ഈ ട്രെയിനിൻ്റെ ഈ വഴി മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം അങ്ങേര് അവിടെ നിന്നെങ്കിൽ കയറി വരും ഗൈസ്. ഇതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിനകത്ത് കൊണ്ടിടാം ഗൈസ്. നമ്മുടെ ഈ ഹൈഡ്രോളിക്കും അങ്ങേര് അവിടെ നിൽക്കും ഗൈസ്. ഗൈസ് നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ മോട്ടോർ ബൈക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. മോട്ടോർ ഷോപ്പിൻ്റെ അടുത്ത് ഗൈസ്. ഇവിടെ നിന്ന് ഓക്കെ നമുക്ക് ബൈക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ബൈക്കിലാണ് ഗൈസ് നമുക്കൊരു ചെറിയൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ആർ ഹാപ്പണിങ് ഗൈസ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നാണ് ഗൈസ്. പിന്നെ നമ്മുടെ ലിറ്റിൽ സൈഡ് വയ്യ ഗൈസ്. ഇവിടെ കുറേ സൗണ്ട് ഉണ്ടാക്കണ എന്തെന്ന് ചോദിക്കുകയാണ് ഗൈസ്. പോലീസിനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വിളിക്കണമെന്ന് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവൻ പറയണ ഗൈസ് ഇവൻ്റെ ജോലി ഒട്ടും ഇഷ്ടമല്ല എന്നാണ് ഗൈസ്. അവനിത്തിരി ഫണ്ണിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്നാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് ഈ കോംപ്രമൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അല്ലെങ്കിൽ കുറേ നേരം ഇവിടെ പോകും ഗൈസ്. ഓക്കെ ഗൈസ്, ഇവൻ റെഡി സെറ്റ് ഗോയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ 100-110 പെട്ടങ്ങ് ഇവിടെയാണ് ഗൈസ്. നമുക്ക് 75 സെക്കൻഡാണ് ഗൈസ് ഇവൻ തന്നിരിക്കുന്നത് ഗൈസ്. കുറേ ചെക്ക് പോയിൻറ്റും ഉണ്ട്, എല്ലാം എടുക്കണം ഗൈസ്. 2-3 വട്ടം ഇത് കളിച്ച് ഗൈസ് തോറ്റ് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പിന്നെയും കളിക്കുന്നത് ഗൈസ്. നെവർ ഗിവ് അപ്പ്. ഓക്കെ ഗൈസ്, പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല ഗൈസ്. എനിക്ക് എക്സാംസ് ആണ് ഗൈസ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ പാടാണ് ഗൈസ് ഈ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയി. 3-4 വട്ടം ഞാൻ ഇവിടെയൊക്കെ കയറുമ്പോഴേ വണ്ടി കയ്യിലെടുത്തുകൊണ്ട് താഴെ ഇറങ്ങിയിട്ടാണ് ഗൈസ് വരുന്നത്. ചീറ്റിങ്. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ചെടുക്കാണ്ട് ഗൈസ്. ഇത് ഏറെക്കുറെ തീരെ എടുത്തില്ല. ഇതാണ് ഗൈസ് കഴിഞ്ഞ കളി ഇതാണ് പറ്റിയത് ഗൈസ്. ലാസ്റ്റ് ചെക്ക് പോയിന്റ് അടുത്തെത്തിയപ്പോഴത്തേക്കും സൈഡ് മാറിപ്പോയി ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ ചെക്ക് പോയിന്റ്. അല്ല തീരില്ലേ? അയ്യോ ഗൈസ്, സെക്കൻഡ് കുറവാണ് ഗൈസ്. 10 സെക്കൻഡും കൂടെ ഉള്ളു ഗൈസ്. 9 8 7 6 5 4 ഗൈസ്. അപ്പോൾ നമ്മൾ 3 സെക്കൻഡിൽ തീർത്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം കിട്ടാനുണ്ടല്ലോ. ഓക്കെ, ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയിനകത്ത് കൊണ്ടുപോയിടാം ഗൈസ്.
ഓക്കെ, നമ്മുടെ ഇവിടെ നിന്ന് എല്ലാ ദിവസവും നമുക്ക് എല്ലാ വർഷത്തിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അല്ല ഗീസ്, ലെറ്റർ അയക്കുന്നുണ്ട് ഗീസ്. ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ, 16th ബർത്ത്ഡേ ഗീസ്. ഓക്കെ, റോഡിനോട് പറയാണ് ഗീസ്, നമ്മളൊന്ന് കാണുക ഗീസ്, എപ്പോൾ ആണെങ്കിലും കാണാന്നൊക്കെ പറയാണ് ഗീസ്. 17th ബർത്ത്ഡേ ആണ് ഗീസ്. Come see me, I ask you. Congratulations, Rod, for your 18th birthday. Congratulations, Rod, for your 19th birthday, 20th birthday, 21st birthday, 22nd birthday, 23rd birthday, 24th birthday. Congratulations, Rod, on your 25th birthday. This will be the last time I ലെറ്റർ എഴുതത്തില്ല എന്നാണ് ഗീസ് നമ്മുടെ നണ്ണ് പറയുന്നത് ഗീസ്, നമ്മുടെ റോഡിനോട് ഗീസ്. നിനക്ക് കിട്ടാന്നുള്ളതിൽ ഏറ്റവും പ്രഷ്യസ് തിങ്ങാണ് ഗീസ് ആ ബുക്കെന്ന്. ഓക്കെ, 4 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഗീസ് അവസാനമായിട്ട് നമ്മുടെ റോഡിനെ നമ്മുടെ ഇവളിനാണ് കെട്ടിപ്പിടിച്ചെന്നാണ് ഗീസ് എന്തൊക്കെ പറയുന്നുണ്ട് ഗീസ്. ഇതാണ് ഗീസ് ഏറ്റവും പ്രഷ്യസ് ബുക്ക്. നമ്മുടെ റോഡ് സെൽവ ചത്തുപോയല്ലോ, അങ്ങേരെ ബുക്കാണ് ഗീസ് ഇത്. മിനി റോഡ്സ് അടുത്ത് വരുന്നുണ്ട്. മിനി റോഡ്സ് അടുത്തോട്ട് ഫാക്ടറിയിലായിരിക്കും ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഫാക്ടറി പോണതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചു ചെയ്യും ഗൈസ്. ഗൈസ് എന്തോ ഒരു കെമിക്കലും കാണിച്ചിട്ടുണ്ട് ഗൈസ്. ചില ഗൈസ് നേരത്തെ കാണിച്ച ആ കെമിക്കലായിരിക്കും ഗൈസ് നമ്മുടെ മൈക്കിന് കൊടുത്ത് തടി വരപ്പിച്ചത്. തടി വെച്ചത് ഗൈസ്. താഴെ എന്തൊക്കെ വച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും നേരെ കാണുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ നമ്മുടെ സർക്കസിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ 2 സാധനം നമുക്ക് നമ്മുടെ ആർക്ക് ഇങ്ങനെ വന്നോ കുറ്റിയും പുറത്ത് ഗൈസ്. ഇവിടെ ഒരു ഹോംലെസ് മാൻ ഉണ്ട് ഗൈസ്, ഞാൻ ഇപ്പം കാണിച്ചു തരാം ഗൈസ്. അങ്ങേർക്ക് ഇത് 2ഉം കൊടുക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇങ്ങേർക്ക് നമുക്കൊരു ഷൂസും കൂടെ കൊടുക്കാനുണ്ട് ഗൈസ്. അപ്പം അതും കൂടെ കൊടുത്ത് അങ്ങേരൊക്കെ കയ്യിൽ നിന്നുള്ള കീയും കൂടെ വാങ്ങണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങേർക്ക് ഗൈസ് നമ്മൾ ഷൂവും കൂടെ കൊടുക്കുകയാണ് ഗൈസ്. നമ്മുടെ ഹോംലെസ് മാനിന് നമ്മൾ കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ കീ കൊണ്ട് ഗൈസ് നമുക്ക് അവിടെ ബാക്കിൽ നമ്മുടെ ജോക്കറിൻ്റെ ഒക്കെ കാരവാൻ കിടപ്പുണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് കയറി നമുക്കൊരു ഹോൾസും കൂടെ കിട്ടാനുണ്ട് ഗൈസ്. പച്ചയും മഞ്ഞയാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് താണ്ട ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മഞ്ഞയാണ് ഗൈസ്. ടോയ്ലറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഇവിടെ ക്യാമ്പിലോട്ട് വയ്ക്കാം ഗൈസ്. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് 2 കൂടി ഞാൻ ഇവിടെ ഇടാണ് ഗൈസ്. ബാക്കി നമുക്ക് മുകളിൽ കൊണ്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, ഞാൻ 1 ഇവിടെ വച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ 2 കൂടെ ഉണ്ട് ഗൈസ്. അതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് മുകളിൽ കൊണ്ട് വയ്ക്കാം ഗൈസ്. എന്നിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ അതവിടെ ഇട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒരു 2-5-6 സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ പിടിച്ച് ഗൈസ് ഇങ്ങനെ നമ്മളെ പിടിച്ച് റോസ്റ്റ് ആക്കിയും ഗൈസ്. ഭാഗ്യം ഗൈസ്, എന്തോ ഒരു ഭാഗ്യത്താണ് ഗൈസ് നമുക്ക് ഇതുവരെ നമ്മൾ ചത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതും കൊണ്ട് നമുക്ക് മുകളിൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. Huh? ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ മൈക്കിനൊക്കെ തുറന്നിടുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ് ഗീസ്. നമുക്കിപ്പോൾ ഇനി പോകാം ഗീസ്. ഗ്രേറ്റ് ടീം എന്നൊക്കെ പറയാണ് ഗീസ് നമ്മുടെ മൈക്ക്. കഴിഞ്ഞ ഇവിടെ ബുദ്ധിയുള്ള ആളിപ്പോൾ ഒളിച്ചിരിക്കുന്ന നോക്കി മര്യാദയ്ക്ക് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ആൾക്കാരെ മൊത്തം പിടിച്ചുകൊണ്ട് ഗീസ് ഇതിൻ്റെ അകത്ത്. ഗീസ് നമുക്ക് മറ്റേ നേരത്തെ ബുക്കിൽ കാണിച്ച കെമിക്കൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗീസ്. നമ്മൾ അത് കൊടുത്ത് ചാടയാണ് ഗീസ്. മൈക്കേ വാടാ, നമുക്ക് പോവാടാ. മാപ്പിൻ്റെ അടുത്ത് പോകാൻ പറ്റും ഗീസ്. നമുക്ക് ഇറങ്ങാനേ പറ്റും ഗീസ്. ബൈ ബൈ.
മര്യാദയ്ക്ക് അവിടെ നിന്നവന്മാരെ എല്ലാത്തിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി അവന്മാരെ ബലിക്ക് കൊടുത്തു ഗൈസ്. നമ്മളെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും നമ്മൾ ഫാക്ടറിയിലായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും. അപ്പോൾ എല്ലാവർക്കും ബൈ.